കുറേ ടീമുകൾ അങ്ങോട്ട് പോകുന്നു, കുറേ ടീമുകൾ ഇങ്ങോട്ട് വരുന്നു. ഞാൻ ഒരു വലിയ യൂട്യൂബറോ ഒന്നുമല്ല, ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നു എന്ന് മാത്രം. അറേബ്യൻ മണ്ണിലൂടെ ഒരുപാട് വീഡിയോസ് എടുത്ത എനിക്ക് ഒരുപാട് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. കേരള മണ്ണിലെ പച്ചപ്പ്, ആ ഗ്രീൻ കളറിലുള്ള വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധിച്ചു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള കൊടികുത്തിമലയുടെ ഒരു അടിപൊളി വിഷ്വൽ വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മളെ കുറച്ച് പയ്യന്മാരെ കാണിച്ചു തരാം. അമ്മിനിക്കാട്ടത്തെ പയ്യന്മാരെ എവിടെ എവിടെ ഇരിക്കണ നോക്കിയോളി. ഇതിൽ കല്യാണാലോചന ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ മുകളിൽ കയറി ഇരിക്കാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എത്ര മണിക്ക്? 8 മണിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മൂഞ്ചിന്ന് പറഞ്ഞാലും പോരെ, ഞാൻ അതിന് മുന്നൊക്കെ വന്ന ഒരു സുഖാചാരം കയറിപ്പോയിരുന്നു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു അടിപൊളി ഒരു സർപ്രൈസ് സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കണ്ട ഏകദേശം നിങ്ങൾക്ക് എവിടെ സംശയം വായിതാ നമ്മളിന്നപ്പോൾ എവിടെ ഉള്ളത്? ഇത് മിഷപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്നത് മിഷപ്പുലിമല അല്ല, ഇത് നമ്മുടെ സ്വന്തം കൊടികുത്തിമല. ഇവിടെയാണ് മഞ്ഞ് പെയ്യുന്നത്. സാധാരണക്കാരന് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥാനത്താണ്. വെറും 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, കയറുക. അതെ, നമ്മുടെ സ്വന്തം മലപ്പുറത്തിൻ്റെ പെരിന്തൽമണ്ണയിലുള്ള കൊടികുത്തിമലയാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. എന്താ പറയുക, അതിരാവിലെ ഞങ്ങൾ 5 മണിക്ക് എണീറ്റ് പോകുന്നതാണ്. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞേക്കിനി 8 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. ഒരുപാട് പയ്യന്മാർ വന്നിട്ട് തിരിച്ചു പോയി. പക്ഷെ ഞങ്ങൾ 8 മണി വരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിതിൻ്റെ ഏറ്റവും മുകളിൽ കയറി കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. എന്താ പറയുക, ഒരു പൂരം തന്നെയാണ്. അടിപൊളി വിഷ്വൽ എന്ന് പറഞ്ഞാൽ അടിപൊളി വിഷ്വൽ. ഇതുവരെ ആരും ചെയ്യാത്ത കൊടികുത്തിമലയുടെ അടിപൊളി വിഷ്വലാണ് കാണാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. പോയതേ കൊയങ്ങിയ നമ്മൾ ഗൾഫിൽ കുറേ ഹൈക്കിങ് ചെയ്തു എന്നല്ലാതെ ഇതാണ് റിയൽ ഹൈക്കിങ് എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാണത് അല്ലേ? പൊളി വൈബ് പറഞ്ഞാൽ പൊളി വൈബ്, നാച്ചുറൽ വൈബ്. കാടിനെ ശരിക്കും കൂടും. വെള്ളം കയ്യിൽ വെച്ചില്ല, അത് മാത്രമേ പോരായ്മ ഉള്ളൂ. എൻ്റെ ഓ കുടിവെള്ളം ഉണ്ടോ? എങ്ങനെ മതി? അതെ, നമുക്ക് പ്യൂർ നാച്ചുറലാണ് വേണ്ടത്. ടൈം ഇഷ്ടം പോലണ്ടല്ലോ. ഇവിടെ ആന പുലിയൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല ഞങ്ങൾ കയറി മാക്സിമം ഒരു 100 മീറ്റർ കൂടി ഉണ്ടാവുള്ളൂ ഇനി കയറാൻ. താഴെ കാണുന്നില്ല എന്താ പറയാണ്ട് നെഞ്ഞിങ്ങനെ ഇടിക്കാണ്. അമ്മാതിരി കയറ്റം. പിന്നെ ഇവിടെ കയറുന്ന പൊളി വൈബാണ്. കോടിറങ്ങിയിട്ടുള്ള അപാര സീനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വാക്കുകളില്ല പറയാൻ. ഇനി ഡേഞ്ചർ സോണ. എന്താ പ്രത്യേകത? വൈക്കണ പാറകൾ. കാട്ടരുവി ഉണ്ടാവും. കാട്ടരുവി. വെള്ളം കുടിക്കാൻ എന്താ രസമുള്ളത്? ഇവിടെ പാറമ്മ കൂടെ വെള്ളം ഒലിക്കുന്നുണ്ട്. ആ വെള്ളം നാട്ടിൽ കിട്ടിയാണെങ്കിൽ നല്ല പ്യൂർ വെള്ളം കിട്ടില്ല. ശതമാനം മിനറൽസും, അതായത് കെമിക്കലൊന്നും കൂട്ടാത്ത നാച്ചുറലായിട്ട് വെള്ളം കിട്ടില്ല. ഓ ഇന്നെ മുത്തേ, ഇതന്നെ വൈബ് പറഞ്ഞ വൈബ്. ലോകം മൊത്തം കാണില്ല, മിക്കവാറും കാണും. ഓ ബി കെയർഫുൾ, ബി കെയർഫുൾ. എൻ്റെ മുത്തേ
നീര് കുറവാണ്. മുത്തേ പൊളി പൊളി പൊളി. കൊടികുത്തിമലയുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ സമയം 8 മണിക്കാണ് അത് ഗേറ്റ് ഓപ്പൺ ചെയ്യുക എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ തായക്കോട് എന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ചെയ്ത് ഈ കാണുന്ന ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് രാവിലത്തെ മഞ്ഞ് പെയ്യുന്ന ഈ അതിമനോഹരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് പകർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്ത് ഹൈക്കിംഗ് ചെയ്ത് ഈ ഒരു മലയുടെ മുകളിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതിനുശേഷം മാക്സിമം കവർ ചെയ്യുക. അതിനുശേഷം കൊടികുത്തിമലയുടെ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് മാക്സിമം വീഡിയോ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നല്ല വിഷ്വലൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഒരു അടിപൊളി ട്രെക്കിംഗ് തന്നെ പറയാം. കാരണം ഇത് കണ്ടില്ല, കൂറ്റൻ പാറകളും കൂറ്റൻ മലകളൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ളത്. അടിപൊളി കാഴ്ച പറഞ്ഞാൽ അതൊരു സംഭവം കേട്ടോ. കാരണം വെരി ഡേഞ്ചറസ്. ഇറങ്ങുമ്പോൾ നല്ല കെയർ ചെയ്ത് ഇറങ്ങണം. നല്ല നല്ല ഹെവി പാറകളാണ്. പിന്നെ മഴയുള്ള കാരണം കൊണ്ടൊക്കെ ഇവിടെ പറഞ്ഞാൽ നല്ല വെഹിക്കിളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കെയർ ചെയ്തിട്ട് വേണം ഇതിൽ കൂടെ ഇറങ്ങി പോകണമെങ്കിൽ. ഒരിക്കലും ഫാമിലി ഒന്നും ഇങ്ങോട്ട് വരല് സേഫ് അല്ല. കൂടുതൽ പേരൊന്നുമില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ചായയും ഒരു മുട്ട ബാജിയില്ലേ, മുട്ട ബാജി. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് വായുധം കിട്ടേ നമ്മളെ ഏരിയയിൽ നിന്ന്? ഞങ്ങളിപ്പോൾ വന്നത് കാടാമ്പഴ കോട്ടപ്പുറം ടു എന്തെങ്കിലും പറയാ കൊടികുത്തിമല. 32 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. യെസ്, നാടൻ ഹോട്ടലിൽ നാടൻ നാസ്ത, നല്ല അയില മുളകിട്ടതും പൊറാട്ടി. പ്രവാസി ഹോട്ടൽ തായക്കോട്. തായക്കോട് നിന്ന് നല്ലൊരു നാസ്ത കഴിക്കണം രാവിലത്തെ. നല്ല നാടൻ പൊറാട്ടിയും നല്ല അയില മുളകിട്ടതും. നല്ല ചായ, അടിപൊളി ചായയും പൊട്ടിച്ചായ കേട്ടോ, പൊട്ടിച്ചായ. അങ്ങനെ ഹൈക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ കൊടികുത്തിമലയുടെ മുകളിൽ വന്നപ്പോൾ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ. അത്രത്തോളം റഷാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി റഷാണ് എന്ന് പറയാം നമുക്ക്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭയങ്കര നിയമമാണ്, ഡ്രോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ UAE വാക്സിനേഷൻ്റെ ഹലുസൻ്റെ ആപ്ലിക്കേഷനിൽ എൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുത്തു. വായത് ഇവിടുത്തെ ഞാൻ കാണിച്ചു കൊടുത്തില്ല. എൻ്റെ വാക്സില് മോദിൻ്റെ ഫോട്ടോൻ്റെ പകരം ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തേക്കണം. ഇത് അലോഡല്ല പറഞ്ഞോ. പിന്നെ എൻ്റെ കെയറോഫിൽ വിട്ട് അങ്ങനെ മാറി കേട്ടോ, ശ്രദ്ധിക്കണം. എന്തായാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യങ്ങൾക്ക് നമ്മൾ എടുത്തു വെച്ചതുകൊണ്ട് ഇവിടെ ഡ്രോൺ അലോട്ടല്ല. ക്യാമറക്ക് 100 ദിർഹംസ്, 100 റുപ്പീസ്, 100 റുപ്പീസ് അല്ലേ? വെള്ള ബോട്ടിൽ കൊണ്ടുവരാണെങ്കിൽ 50 റുപ്പീസ് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കും. തിരിച്ച് അവിടെ കൊണ്ടുപോകുമ്പോൾ മറ്റേ വേസ്റ്റിൽ കൊണ്ടിടുന്ന സമയത്ത് 50 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടും. നല്ല കിതപ്പ. ഈ ഭാഗത്തൊക്കെ പണ്ട് വണ്ടി ഓടിച്ച് നമുക്ക് ഇതിലൂടെ പോരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇക്കോ ടൂറിസം ഏറ്റെടുത്തതിന് ശേഷം വണ്ടി ആ ഗേറ്റ് കണ്ടല്ലോ, ആ ഗേറ്റിൻ്റെ അതുവരെ വണ്ടി വരാൻ പറ്റുള്ളൂ. അതിനുശേഷം നടന്ന് കയറുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതാണ് ജീപ്പൊക്കെ പോരും. പക്ഷെ ഇങ്ങോട്ട് അനുവദിക്കില്ല. കണ്ടല്ലോ, നല്ല കോട ഇറങ്ങി ഇങ്ങനെ നിൽക്കണ ഈ ഒരു കാലാവസ്ഥ. ഇതാണിപ്പോൾ പ്രവാസികൾക്കൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റുന്ന നല്ലൊരു ടൈമിങ്. നല്ല മഴ, അത്യാവശ്യം നല്ല തണുപ്പ്. മഴ ഇല്ലെങ്കിൽ നല്ല ചൂട് തന്നെയാണ് അല്ലേ? ഇപ്പോൾ കയറ്റം കയറിൻ്റെ അറിയില്ല. വലിയൊരു അത്രയും കയറ്റം കയറി വന്നിട്ടും വലിയൊരു ക്ഷീണം അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ ക്ലൈമറ്റ് നമുക്ക് അനുകൂലമാണ്. 3 നേരം തിന്നുകാണ്ട് വയറൊക്കെ വീർപ്പിച്ച്
ഈപ്പക്കുറ്റിയായി നടക്കുന്നവർക്ക് ഇങ്ങനത്തെ 2 കയറ്റം കയറി കഴിഞ്ഞാൽ അതൊക്കെ ബലൂൺ വീർപ്പിച്ച് വിട്ടവരായിരിക്കും. അമ്മാതിരി ഹെവി കയറ്റങ്ങളാണ് ഇന്ന് കയറിയിട്ടുള്ളത്. പയ്യന്മാരൊക്കെ നല്ല പൊളിയാട്ടോ. അല്ലേ വൈദ? ചെക്കന്മാരൊക്കെ ഫുൾ ആക്റ്റീവാണ്. ഫുള്ള് ഫ്രീക്കൻസ് ആണ് നമ്മളെ മലപ്പുറക്കാർ. ഫുള്ള് ഫ്രീക്കൻസ്. വൈദണ്ടില്ലേ? നല്ല കോടയാണ്. ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നിടത്തോളം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയാ നോക്ക്. കണ്ടില്ലേ? ശ്രദ്ധിക്കണം പറഞ്ഞാൽ താഴേക്ക് നല്ല കുഴിയാണ്. ശ്രദ്ധിക്കണം. നല്ല കാറ്റിലെ ശ്രദ്ധ തെറ്റിയാൻ വേണ്ടി താഴേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇതൊരു വഴി ഉണ്ടാക്കി പോണ സ്ഥലമാണ്. കാട്ടിലൂടെ സംഭവം കൊടികുത്തിമാലിന്റെ വേറെ സൈഡാണിത്. ഹിഡൻ പ്ലേസ്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇവന് പത്തൂത്ത എന്താ വായുതല്ല പോളി വായു പറഞ്ഞ ഒരു രക്ഷയില്ലല്ലേ. ഡേഞ്ചർ. മുന്നിൽ പൊക്ക ഉണ്ടോന്നുണ്ടോ നോക്കണേ. ഇല്ല 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 വിട്ടുതരില്ല ഞങ്ങൾ വിട്ടുതരില്ല. അതാ ഇവിടെ 2 വഴികൾ കൂടിച്ചേർന്നു. ഒരു T ജംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എഴുതും ഇവിടെ നല്ല പൊളി സ്ഥലം, അവിടെ നിൽക്കുമ്പോൾ എഴുതും അവിടെ പൊളി സ്ഥലം. അല്ല, എവിടെ നോക്കിയാലും പൊളി വൈബ്. കോട ഇങ്ങനെ ഒഴുകി നടക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ കൊടികുത്തിമലയുടെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ നമ്മൾ അടിപൊളി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രിപ്പ് എന്താ പറയുക, ഒരു പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷകളൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം. കാരണം കോട ഇറങ്ങിയ ഏറ്റവും നല്ലൊരു ടൈമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സാധാരണ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ ഈ ഒരു കാഴ്ചകളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് ആസ്വദിക്കാൻ സാധിച്ചു. എല്ലാവരും വീഡിയോ കാണുക. വീണ്ടും പുതിയ വീഡിയോസുമായി ജാപാൻ ടീം വരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങളാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരാം. ബൈ, സീ യു.